ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ തന്നെ ഞാൻ വിശേഷത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ മുത്തശ്ശിയും നമ്മുടെ ഗംഗാധര മേനോനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് ഇന്നലെ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. അങ്ങനെ നമ്മുടെ മുത്തശ്ശി പറയുവാ, മനു ആണെങ്കിൽ അലീനയെ കല്യാണം കഴിക്കാൻ നടക്കുകയാണെന്ന് നീ അത് അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനിപ്പോ എന്താ, കഴിക്കട്ടെ, മനു അലീനയെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരട്ടെ, മുത്തശ്ശീനെ നോക്കാൻ അമ്മേനെ നോക്കാൻ ഒരാളാകൂല്ലോ എന്ന് പറഞ്ഞപ്പോ എന്ത് വർത്താനാണ് നീ പറയുന്നത്? നാട്ടുകാരെന്ത് വിചാരിക്കും? നാട്ടുകാർക്ക് അറിയാമോ ബാലചന്ദ്ര മേനോന്റെ മോളാന്ന്? അറിയത്തില്ലല്ലോ. അവള് വെറും ഒരു വേലക്കാരി ആയിട്ടല്ലേ നാട്ടുകാർക്ക് അറിയത്തുള്ളൂ. നമ്മുടെ അന്തസ്സിനും അഭിമാനത്തിനും ചേരുന്നതാണോ എന്നിങ്ങനെ ചോദിക്കാൻ വന്നപ്പോ തന്നെ നമ്മുടെ മുത്തശ്ശിക്ക് അത് വിഴുങ്ങേണ്ടി വന്നു. കാരണം മനു പറഞ്ഞ കാര്യമല്ല അപ്പം ഓർമ്മയിലേക്ക് ഇങ്ങനെ മണ്ടയിലേക്ക് വരികയാണ്. അന്തസ്സും അഭിമാനവും പൂർണ്ണമായിട്ടും ഉണ്ടെന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതങ്ങ് വിഴുങ്ങിയ ഉടനെ തന്നെ നമ്മുടെ ഗംഗാധരമേനോൻ പറഞ്ഞു, അതെ, അലീനയെ വേലക്കാരിയായിട്ട് ഒരിക്കലും ആരും ഇവിടെ കാണണ്ട. അലീനയെ വേലക്കാരിയാണെന്ന് ഇപ്പം നാട്ടുകാരോ അല്ലെങ്കിൽ പിന്നെ കുടുംബക്കാരോ ഒക്കെ പറഞ്ഞെന്നൊക്കെ ഇരിക്കും. അതൊന്നും നമുക്ക് നോക്കേണ്ട ഒരാവശ്യമില്ല. അതൊക്കെ ചിക്കി ചകഞ്ഞ് നോക്കാൻ പോയി കഴിഞ്ഞാലേ ശരിയാവില്ല. ഇഷ്ടമുള്ളവർ തമ്മിൽ കൂടിച്ചേരട്ടെ, അതല്ലേ അമ്മേ നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പോ ഉള്ളവർ തമ്മിൽ കൂടി ചേരാതെ വന്നു കഴിഞ്ഞാല് ചിലപ്പം പല ബന്ധങ്ങളും തകർന്നതുപോലെ ഇനിയും പല ബന്ധങ്ങളും തകരും. അത് കുടുംബത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. നമുക്കും അത് തന്നെയല്ലേ പറ്റിപ്പോയതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വൈജയുടെ കാര്യം തന്നെയാണ് മുത്തശ്ശി ഓർക്കുന്നത്. ഈ സമയത്ത് മോനെ അതൊക്കെ ശരിയാണ്, എങ്കിൽ പോലും കമലയും അതുപോലെ ബാക്കിയുള്ളവരൊക്കെ സമ്മതിക്കുന്നത് തോന്നുന്നുണ്ടോ മനു അലീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട്? അതിന് ആരുടെ സമ്മതം ഇവിടെ വേണ്ടത്? മനു വിവാഹം കഴിച്ച് ജീവിക്കാൻ മനുവിന്റെ സമ്മതം പോരെ, അലീനയുടെ സമ്മതം പോരെ, അവര് രണ്ടുപേരുടെയും സമ്മതം പോരെ. അല്ലാതെ ഇനിയിപ്പം ഈ കാലത്ത് അതൊന്നും വലിയ പ്രസക്തിയുള്ള കാര്യമല്ല. പറഞ്ഞല്ലോ, എല്ലാവരുടെയും സമ്മതം നോക്കി കല്യാണം കഴിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം കുടുംബം ജീവിതം കൂട്ടിച്ചോറാകേണ്ടി വരും. പിന്നെ ഈ പറയുന്ന നമ്മുടെ അലീന ഉണ്ടല്ലോ, അലീനയെ എനിക്ക് അറിയാം, ബാലചന്ദ്രന്റെ മകളൊന്നും അല്ല അലീന. അപ്പോഴത്തേക്കും പെട്ടെന്ന് മുത്തശ്ശി, പിന്നെ ആരുടെ മകളാ അലീന? ബാലചന്ദ്രന്റെ മകളല്ലെങ്കിൽ ബാലചന്ദ്രനല്ലേ അവകാശപ്പെടുന്നത് ബാലചന്ദ്രന്റെ മകളാണ് അലീന എന്ന്? ബാലചന്ദ്രന്റെ മക്കളൊന്നും അല്ല ഈ അലീന സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരന്റെ മകളാണ്. ആ സ്റ്റാൻലി ഉണ്ടല്ലോ, എൻ്റെ കൂടെ പട്ടാളത്തില് ജോലിക്കുണ്ടായിരുന്നതാണ്. എൻ്റെ കൂടെ മിലിറ്ററിയുടെ ജോലിക്ക് ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരനായിരുന്നു. ഇത് കേട്ടതും നമ്മുടെ മുത്തശ്ശിക്ക് ഏകദേശം രൂപം കാര്യം എല്ലാം മനസ്സിലായി. എന്താ ഗംഗാധര നീ പറയുന്നത്? അതേ മുത്തശ്ശി, സ്റ്റാൻലി എന്ന പേര് ചിലപ്പം അമ്മയ്ക്ക് പരിചയമായിരിക്കും. മുത്തശ്ശി എന്നല്ല കേട്ടോ, അമ്മ എന്നാട്ടോ വിളിക്കുന്നത്. അമ്മയ്ക്ക് പരിചയമായിരിക്കും. അതെ അതെ, അമ്മ വേറെ ഒന്നും ഓർക്കണ്ട. ആ സ്റ്റാൻലിയുടെ മകള് തന്നെയാണ് ഈ പറയുന്ന അലീന, അല്ലാതെ ബാലചന്ദ്രന്റെ മകളല്ലെന്ന്. അയ്യോ, കേട്ടതും ചങ്ക് തകർന്നു പോയില്ലേ. ഈ സ്റ്റാൻലി ആരാന്ന് ഏകദേശമൊക്കെ നമ്മുടെ സൗദാമിനി മുത്തശ്ശിക്ക് അറിയാം. അപ്പൊ വൈജയുടെ മകള് തന്നെയാണ് ഈ പറയുന്ന അലീന എന്ന് നമ്മുടെ മുത്തശ്ശിക്ക് വ്യക്തമാകുന്ന ഒരു എപ്പിസോഡും കൂടെയാണ്. അങ്ങനെ കേട്ടാകെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാ, ഇനി പറ അലീനയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നതിൽ നമുക്ക് എന്തെങ്കിലും തെറ്റു പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അയ്യോ, അപ്പം മനു അവൻ പറഞ്ഞതൊക്കെ ശരിയാണല്ലേ? അല്ല, അവൻ എന്ത് പറഞ്ഞത്? അല്ല, അവൻ അവിടെയും ഇവിടെയും തൊടാതെ എന്നോട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, വൈജയുടെ കാര്യങ്ങളും. അവന് വൈജയുടെ കാര്യം എന്തോ അരച്ചു കലക്കി കുടിച്ച പോലെയാ എന്നോട് സംസാരിച്ചത്. ഏതായാലും അമ്മ ഇനി ഇത് ആരോടും പറയാനൊന്നും നിൽക്കണ്ട. മനു പറഞ്ഞത് മനസ്സിൽ വെച്ചാൽ മതി, ഞാൻ പറഞ്ഞതും മനസ്സിൽ വെച്ചാൽ മതി. പിന്നെ മകള്, അവളുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്ന ഒരാളല്ല. അവളെ ആ ബാലചന്ദ്രനെ ഓട്ടത്തൊട്ടയിലിട്ട് വെള്ളം കോരിച്ചോണ്ടിരുന്ന പോലെ ഇനിയിപ്പൊ പറ്റത്തില്ലെന്നേ. ഇനിയിപ്പൊ സാരിത്തുമ്പെ പിടിച്ചു നടക്കാൻ ബാലചന്ദ്രൻ നിൽക്കത്തില്ല. കാരണം ബാലചന്ദ്രൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ബാലചന്ദ്രന്റെ മകളല്ല അലീന. പിന്നെ എന്തിന് ബാലചന്ദ്രൻ സാരിത്തുമ്പി പിടിച്ചോണ്ട് നടക്കണം? പക്ഷെ അവളുണ്ടല്ലോ, വൈജ, അവൾ ഇപ്പോഴും നിലത്തൊന്നും ഇറങ്ങിയിട്ടില്ല. അവളുടെ വിചാരം അവൾ എന്തോ വലിയ സംഭവമാണെന്നാ. അവളോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഒരു കയറിൽ തീരാന്നുള്ളതേ ഉള്ളൂ അവളുടെ ജീവിതം. അതുകൊണ്ട് മാത്രമാ ഇതൊക്കെ മൂടി വെച്ചിരിക്കുന്നത്. ബാലചന്ദ്രനെ കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവരും കൂടി നോക്കുമ്പോ എന്താ, അയാളെ പറ്റിച്ചു. അയാളെ എല്ലാവരും കൂടി പറ്റിച്ചു, അത്ര തന്നെ. അയാൾ കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി കിടന്ന് അധ്വാനിച്ച്
വലിയ പണക്കാരനായിട്ട് വന്നപ്പോഴത്തേക്കും എന്താ കല്യാണം കഴിച്ചു കൊടുത്തു തന്റെ മകളെ. ഒരു പണക്കാരന് കല്യാണം കഴിച്ചു കൊടുക്കാൻ ഏതൊരച്ഛനും അമ്മയും ആഗ്രഹിക്കാത്തത് എന്നോർത്ത് അന്ന് അയാള് താലി കെട്ടി വൈജയനെ. പക്ഷെ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഒരു പേടി സ്വപ്നം തന്നെയാണ് ബാലചന്ദ്രൻ. അങ്ങനെ ജീവിച്ചാലേ അവക്ക് ഇനിയിപ്പോ സമാധാനം ഉണ്ടാവത്തുള്ളൂ. എനിക്കറിയില്ല, ജീവിതമാണ്, എന്തായി തീരും ഏതായി തീരുന്നൊന്നും. ഇഷ്ടപ്പെട്ട ആൾക്കാരെ വിവാഹം കഴിച്ചില്ല എങ്കിൽ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരും. പക്ഷെ ഒരു ദിവസം ഉണ്ടല്ലോ എല്ലാം കൂടെ പൊട്ടിത്തെറിക്കും. അഡ്ജസ്റ്റ്മെന്റ് അതൊരു പരിധി വരെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത്, മനുവിനിപ്പോ അലീനെ ഇഷ്ടമാണെങ്കിൽ വിവാഹം കഴിക്കട്ടെ. അല്ലാതെ ഇനിയിപ്പോ ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് പിടിച്ചു കൊണ്ടുപോയി വിവാഹം കഴിപ്പിച്ച് ലാസ്റ്റ് അതിന് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഇനിയിപ്പം വരും തലമുറയ്ക്ക് പറ്റത്തില്ല. വരും തലമുറയ്ക്ക് എന്നല്ല കേട്ടോ, സോറി, ഈ തലമുറയ്ക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തുനിന്ന് നമ്മുടെ ഗംഗാധര മേനോൻ അങ്ങ് ഇറങ്ങി പോവുകയാണ്. മുത്തശ്ശിക്ക് വല്ലാത്തൊരു ഷോക്കായി പോയിട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശിവശങ്കര മേനോനെയാണ്. അപ്പൊ ശിവശങ്കര മേനോൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കമല വീണ്ടും ചെല്ലാണ് ചെവി കടിച്ച് തിന്നാനായിട്ട്. അങ്ങനെ കമല ചെന്നിട്ട്, മനുഷ്യ, നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? എനിക്കിതൊന്നും കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ഒരു വേലക്കാരിനെ വീട്ടിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നിർത്തടി, ആർക്കാ സമ്മതം വേണ്ടത്? എന്റെ പൊന്നു കമലെ, തലയ്ക്ക് സത്യം പറഞ്ഞാൽ നെല്ലിക്കത്തള വിടേണ്ട അവസ്ഥയാ എനിക്ക്. വട്ട് പിടിച്ചിരിക്കുക ഞാന്. തലവേദന എടുത്തിട്ടാണെങ്കിൽ യാതൊരു രക്ഷയുമില്ല. അതിന്റെ കൂടെ നീ ഈ സമയത്ത് ഓരോന്നും പറഞ്ഞുകൊണ്ട് വരരുതേ. ഹരിയുടെ കാര്യം ഒരു സൈഡില്, ഇപ്പൊ മനുവിന്റെ കാര്യം ഒരു സൈഡില്. നീ ഒന്നും മിണ്ടാതെ പോകാമല്ലേ. ഇതെല്ലാം നീ കാരണം തന്നെയാ സംഭവിക്കുന്നത്. ഓ, ഞാൻ കാരണമാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത്. ഞാൻ കാരണമാണല്ലോ ഇപ്പം അലീനയുടെ പുറകെ മനു പോയത്. എടി, അതിനിപ്പോ എന്താ? അലീനെ വിവാഹം കഴിക്കാൻ മനുവിന് ഇഷ്ടമാണെങ്കിൽ കഴിക്കട്ടെ. നിങ്ങളെന്താ മനുഷ്യ പറയുന്നത്? അലീനെ വിവാഹം കഴിക്കാൻ മനുവിന് ഇഷ്ടമാണെങ്കിൽ വിവാഹം കഴിക്കട്ടെ എന്നോ? അത് എവിടത്തെ ന്യായമാണ്? എനിക്ക് കേട്ടിട്ട് തന്നെ ഉണ്ടല്ലോ ചൊറിഞ്ഞു കേറുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ കൊക്കിന് ജീവനുള്ളപ്പം ഞാൻ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. അലീന എന്ന് പറയുന്ന ശവത്തെ ഇങ്ങോട്ട് വിവാഹം കഴിപ്പിച്ചുകൊണ്ട് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവൾ ഈ വീട്ടിൽ കാല് കുത്തിയാലേ മുട്ടിഞ്ഞു പോകും. അശകുനം അറിയാലോ. അന്ന് വൈജ പറഞ്ഞതാ, അവൾ ആ വീട്ടിൽ കാല് കുത്തിയതേ പിന്നെയാണ് ആ വീടിന് നാശം സംഭവിച്ചതെന്ന്. അത് ശരിയാ, അവൾ എന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങിയില്ലേ വൈജയുടെ കഷ്ടകാലവും സമാധാനക്കേടും. ഇപ്പം മക്കളെല്ലാം കൂടി അലീനയെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നു. വൈജ ആരാ? ഇപ്പം വൈജ എന്ത് സ്ഥാനമാണ് വൈജയ്ക്ക് ആ വീട്ടിലുള്ളത്? അതുപോലെ എനിക്ക് ഇവിടെ അവള് വീട്ടിൽ കയറി വരുമ്പോഴത്തേക്കും എനിക്കിവിടെ വൈജയുടെ ആ ഒരു അവസ്ഥയിലേക്ക് കടക്കും. ഞാൻ സമ്മതിക്കത്തില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തോ. അവൻ അങ്ങനെ ഞങ്ങളും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നിനക്കിപ്പോ എന്താ വേണ്ടത് കമലെ? നിനക്കിപ്പോ നിന്റെ മകനെ ജയിലിൽ നിന്ന് ഇറക്കണം, അതോ അലീനയും മനുവും തമ്മിലുള്ള ബന്ധം തകർക്കണോ? നിനക്കിപ്പോ എന്താ വേണ്ടത്? നീ ഇപ്പം ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്ക്. മനു പറഞ്ഞതില് എന്താടി കുഴപ്പമിരിക്കുന്നത്? അവൻ പറഞ്ഞതിൽ എന്താ വ്യത്യാസമുള്ളത്? നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു മറ്റുള്ളവരെ അസ്വസ്ഥതപ്പെടുത്താന്നുള്ളതാ നിന്റെ കാര്യം. നീ കുറച്ച് അമ്മയാണെന്നുള്ള കാര്യം അങ്ങ് ഓർക്ക്. എന്നിട്ട് നീ ഒരു കാര്യം ചെയ്യുക, രാവിലെ അമ്പലത്തിലൊക്കെ പോയി സ്വന്തം മകന് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവത്തിന് നല്ല ബുദ്ധി കൊടുക്കാൻ പ്രാർത്ഥിക്കുക, അവന് ജാമ്യം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക. അല്ലാതെ ഓരോ ഏഷ്യനെയും പരദൂഷണവും കുശുമ്പും കുഞ്ഞായ്മയായിട്ട് നീ നടക്കാതെന്ന് പറഞ്ഞ് നമ്മുടെ കമലയെ അങ്ങോട്ട് ആസാക്കി വിടുകയാണ് കേട്ടോ. കമലയാണെങ്കിൽ പുറപുറത്ത് നടക്കുന്നുണ്ട്, എന്തൊക്കെയോ പുറപുറാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട് തന്നെയാണ് കേട്ടോ. അപ്പം ഭക്ഷണമൊക്കെ റെഡിയാക്കുകയാണ് കിച്ചണിൽ നമ്മുടെ അലീന. അങ്ങനെ ഭക്ഷണമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അലീന നേരെ രോഹിത്തിന്റെ റൂമിലേക്ക് ചെല്ലുക. അപ്പം ഇനി മുതൽ നമ്മുടെ രോഹിത്തിന് ഡൈനിങ് ടേബിളിൽ മാത്രമേ ആഹാരം കൊടുക്കത്തുള്ളൂ അലീന. അപ്പൊ അലീനയുടെ പുതിയ തീരുമാനം അത്. അപ്പൊ അലീന നേരെ ചെന്ന് നമ്മുടെ രോഹിത്തിന്റെ അടുത്ത് ചെന്നിട്ട്, മോനെ നീ ഇവിടെ എന്തെടുക്ക എന്നിങ്ങനെ ചോദിച്ചിട്ട്, അതെ, ഇന്ന് മുതൽ ഡൈനിങ് ടേബിളിലാണ് നിനക്ക് ആഹാരം തരാൻ പോകുന്നത്. അപ്പൊ ഇന്ന് മുതൽ നീ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചാൽ മതി, നമുക്ക് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ആഹാരം കഴിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ രോഹിത്തിനെ വിളിച്ചോണ്ട് താഴേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും രോഹിത്തിന് ഭയങ്കര ഒരു അകൽച്ച. രോഹിത് പറഞ്ഞു, വേണ്ട ചേച്ചി, ഞാനേ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം, എനിക്ക് ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതി, എനിക്ക് എല്ലാവരെയും ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നീ എന്തിനാ എല്ലാവരെയും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത്? നിനക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത്? നീ ആരെയും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടേണ്ട ഒരാവശ്യമില്ല.
ആ പഴയ രോഹിത് അല്ല ഇപ്പം ഇത് പുതിയ രോഹിത. നിനക്ക് പുതിയ രോഹിതിനെ കാണണ്ടേ? നീ കണ്ണാടി നോക്കാറുണ്ടോ? നീ ഇപ്പൊ കണ്ണാടി നോക്കി ഒരുങ്ങാറുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ദേ ഒരുങ്ങാതെ തന്നെ ഈ രോഹിത് ഉണ്ടല്ലോ എന്ത് ഭംഗിയുള്ളവനാണെന്ന് അറിയാമോ? ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണ്ണാടി എടുത്ത് നമ്മുടെ രോഹിത്തിന് മുമ്പിലേക്ക് ചെല്ലാണ്. അങ്ങനെ രോഹിത്തിനെ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ദേ കണ്ടോ, ഇതാണ് പുതിയ രോഹിത്. ഈ രോഹിത്തിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല മോനെ. നീ ആരെയാ പേടിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? നീ ചെയ്തത് നല്ലൊരു കാര്യല്ലേ? നീ ചെയ്ത നല്ല കാര്യം എന്ന് പറഞ്ഞാല് ഈ ചേച്ചി നീ ചെയ്ത കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. തെറ്റുണ്ട്, ആ തെറ്റ് മാറ്റിക്കഴിഞ്ഞാല് നീ ചെയ്ത കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. നീ ബാലചന്ദ്രന്റെ മകനാണെന്ന് തെളിയിക്കുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ. അതുകൊണ്ട് മോൻ വിഷമിക്കരുത്. മോൻ വന്നേ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. അത് മാത്രമല്ല, മോനൊരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന കയ്യിലിരിക്കുന്ന ആ കവറ് വെച്ച് നീട്ടാണ് നമ്മുടെ രോഹിത്തിന്. രോഹിത് ആ കവറിൽ നോക്കി. അപ്പം ആ കവറിനകത്ത് വേറൊന്നുമല്ല, നമ്മുടെ രോഹിതിന് നല്ലൊരു പുതിയ ഷർട്ടും ഒരു മുണ്ടും ഒക്കെയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, നല്ല കുളിച്ച് നല്ല ഫ്രഷ് ആകണം, എന്നിട്ട് നമുക്ക് ഒരിടം വരെ പോകണം. അപ്പൊ ചോദിച്ചു, എവിടെയാ പോകേണ്ടത്? എവിടെയാ പോകേണ്ടതെന്ന് ഇതൊക്കെ ഉടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഏതായാലും ദേ ഈ രോഹിത് ഉണ്ടല്ലോ, ഈ രോഹിതിനെ ആകെ മൊത്തം എനിക്ക് മാറ്റിയെടുക്കണം. ഈ റൂമിനകത്ത് ചടഞ്ഞു കൂടി ഇരുന്നൊന്നും അല്ല നിൽക്കേണ്ടത്. ഇന്നിതേ നമ്മള് ബുള്ളറ്റില് കറങ്ങാൻ പോകും. ഇന്നെ ബുള്ളറ്റില് നീ ഒരു സ്ഥലം വരെയൊക്കെ കൊണ്ടുപോകണം. ആ ബുള്ളറ്റ് അവിടെ കിടക്കാല്ലേ വെറുതെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊക്കെ എടുത്തൊന്ന് ചുറ്റി കറങ്ങൊക്കെ വേണ്ടേ? അല്ലെങ്കിലും എന്തെങ്കിലും സാധനം പ്രവർത്തിക്കാതിരിക്കുമ്പോഴാ തുരുമ്പ് പിടിച്ചു പോകുന്നത്. അത് നമ്മുടെ ബുദ്ധിയാണെങ്കിലും നമ്മുടെ വികാരങ്ങളാണെങ്കിലും അതുപോലെ എന്തെങ്കിലും സാധനങ്ങളാണെങ്കിലും ഒക്കെ അത് ഉപയോഗിക്കാതെ വരുമ്പോഴാണ് തുരുമ്പ് പിടിച്ചു പോകുന്നത്. അതുപോലെ തുരുമ്പ് പിടിച്ചു പോകരുത് ആ ബുള്ളറ്റ്. അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ മനസ്സും തുരുമ്പ് പിടിച്ചു പോകാൻ പാടില്ല. അത് ഉപയോഗിക്കണം. സന്തോഷം വരുമ്പോൾ സന്തോഷിക്കണം, സങ്കടം വരുമ്പോൾ സങ്കടപ്പെടണം, അതുപോലെ കരച്ചിൽ വരുമ്പോൾ കരയണം, ചിരി വരുമ്പോൾ ചിരിക്കണം. ഇതെല്ലാം ചെയ്യണം. ഇതെല്ലാം കൂടുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മോന് ഒരു കാര്യം ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ആ ഒരു കവർ കൈ കൊടുക്കുകയാണ്. ഏതായാലും നമ്മുടെ രോഹിത് കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്താണെങ്കിലേ ഈ ഒരു സമയത്തല്ലെന്ന് തോന്നുന്നു കേട്ടോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സമയമുണ്ട്. ഇപ്പം ഈ ഒരു സമയത്തല്ല, അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ രോഹിത് പെങ്ങന്മാരുമായിട്ട് കൂടി നിന്ന് സംസാരിക്കുന്നതും. അതായത് അവരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു. അപ്പം നമ്മുടെ അലീന, നിന്റെ പെങ്ങന്മാരല്ലേടാ, നിനക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടടാ അവൾമാരുടെ എടാ, നിങ്ങളൊരു രക്തമല്ലേ, പിന്നെ എന്തിനാണ് അവൾമാരുടെ അടുത്ത് അകൽച്ച കാണിക്കുന്നത്? അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണ് നമ്മുടെ അലീന രോഹിത്തിനെ പെങ്ങന്മാരുടെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുന്നതും പെങ്ങന്മാരുടെ കൂടെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അവരുടെ ആ ഒരു ഇമോഷണൽ സീൻസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ, അതൊക്കെ. പിന്നെ നടക്കുന്ന സീൻ എന്ന് പറഞ്ഞാലേ, നമ്മുടെ വൈജ പുറത്തു നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് ഇങ്ങനെ കഴിക്കുകയാണല്ലോ. ആ വിവരം അറിഞ്ഞാൽ നമ്മുടെ ബാലചന്ദ്രൻ ആദ്യം ഒന്നും മിണ്ടിയൊന്നുമില്ല. ഏതായാലും നമ്മുടെ ബാലചന്ദ്രൻ അറിയാണ് വൈജ പുറത്തു നിന്നാണ് ഭക്ഷണം മേടിച്ച് കഴിക്കുന്നത്, ഓർഡർ ചെയ്താണ് ഭക്ഷണം വരുത്തുന്നത് എന്നൊക്കെ അറിയുന്ന നമ്മുടെ ബാലചന്ദ്രൻ വലിയൊരു പൊട്ടിത്തെറി തന്നെ നടത്താണ് കേട്ടോ. ബാലചന്ദ്രൻ വൈജയോട് ഡയറക്റ്റ് ആയിട്ട് കൊമ്പ് കൂർക്കാണ്. നമ്മുടെ വൈജയും വിട്ടുകൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അപ്പൊ അടിപൊളി വിശേഷങ്ങളാണ്, മിസ് ചെയ്ത് കളയരുത്. പിന്നെ നിങ്ങളൊക്കെ അറിഞ്ഞു കാണും, നമ്മുടെ ചിന്നുമോളുടെ അമ്മയായിട്ട് പുതിയ ഒരു അതിഥി നമ്മുടെ ഈ ഒരു കഥയിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു മുഖം തന്നെയാണ്, നിങ്ങൾ പലരും കണ്ടു കാണുമായിരിക്കും അല്ലെ. അപ്പം ഞാൻ എടുത്ത് പറയുന്നൊന്നുമില്ല. അപ്പം വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് ഇനിയിപ്പം നമ്മുടെ കഥയിൽ ഉടനീളം സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ പുതിയ അതിഥി വരുന്നുണ്ട്. അപ്പൊ പുതിയ അതിഥി ചിന്നുമോളുടെ അമ്മയായിട്ട് എന്തിനായിരിക്കും വരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും. ഏതായാലും ഉടനെ തന്നെ പുതിയ ഇൻഫർമേഷൻ ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇതേപടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും സ്നേഹവും സപ്പോർട്ടും ഒക്കെ ആയിട്ട് നമ്മുടെ ലൈക്കും കമന്റും ഒക്കെ ഇങ്ങോട്ട് പോരെ. സ്നേഹവും സപ്പോർട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ലൈക്കും കമന്റും, അതുപോലെ തന്നെ ഹൈപ്പ്, പുതിയൊരു ഓപ്ഷനാണ് ഹൈപ്പ്. പുതിയ ഓപ്ഷനല്ലേ, കുറെ ആയി ഇപ്പം. ആ ഹൈപ്പും ഒക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ അലീനയുടെ കഥ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പൊ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ കഥ ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത്. അതേ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോട്ടെ. പല കഥകളും ബോറും, എന്താ പറയാ, ആവർത്തനം എല്ലാ കഥകളും ഏകദേശം ഒരേ പടി പോകുമ്പം ഒരു വെറൈറ്റി ഒക്കെ ആയിട്ട് തന്നെയാണ് നമ്മുടെ കഥ ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത്. അതും എന്താ പറയാ, എഴഞ്ഞെഴിഞ്ഞ് പോകാതെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പീഡിൽ തന്നെ കഥ പോകുന്നുണ്ട് കേട്ടോ. ഇതിലും വൈജ ഇനിയിപ്പോ കാര്യങ്ങൾ പെട്ടെന്നൊന്നും അറിയാനൊന്നും പോകുന്നില്ല.
വൈജയും കൂടി ആ കാര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട് ഒരു സ്വർഗലോകം തന്നെ ആയേനെ. നമ്മുടെ അലീനത് സ്വർഗലോകം ആക്കി മാറ്റിയേനെ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കട്ടെ. അപ്പൊ അടിപൊളി വിശേഷങ്ങളാണ് ഓരോ ദിവസവും വരാൻ പോകുന്നത്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യാനും, നിങ്ങളുടെ കൂട്ടുകാര് ഇതുപോലെ കഥകളൊക്കെ കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത്. അപ്പൊ ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.